പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്റർ ആയ സർഫസ് കെമിസ്ട്രിയുടെ 7ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൊളോയിഡ്സ് എന്നാണ്. കൊളോയിഡ്സ് വരുന്നത് ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കാണ്. ദ കൊളോയിഡൽ സിസ്റ്റം ലൈസ് ഇൻ ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ് ഓഫ് എ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? കൊളോയിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. ട്രൂ സൊല്യൂഷൻ എന്താണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more than 2 substances is called solution. രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസിനെ ഹോമോജീനിയസ് മിക്സേഴ്സിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സസ്പെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? സസ്പെൻഷൻ നിങ്ങൾക്ക് ഒരു പുതിയ വേർഡായിട്ട് തോന്നാം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സോൾവെന്റിൽ നമ്മളൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു. സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊല്യൂഷന്റെ കേസിൽ എന്താ പറഞ്ഞത്? അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും എന്നാണ് സൊല്യൂഷന്റെ കേസിൽ പറഞ്ഞത്. എന്നാൽ സസ്പെൻഷന്റെ കേസിൽ നേരെ തിരിഞ്ഞു വരും. നമ്മളൊരു സബ്സ്റ്റൻസ് ഒരു സോൾവെന്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഡിസോൾവ് ചെയ്യാതെ പകരം അതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിടക്കും. ഓക്കെ, ഒരിക്കലും അതിൽ ഡിസോൾവ് ചെയ്യത്തില്ല എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയുന്ന പേരാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കൊളോയിഡ്സ് എന്ന്. അപ്പോൾ കൊളോയിഡിന്റെ റേഞ്ച് എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ കൊളോയിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ കൊളോയിഡ്സിന്റെ ഡെഫിനിഷൻ വൈസ് നമുക്ക് എന്താണെന്ന് നോക്കാം. എ കൊളോയിഡ് ഈസ് എ ഹെറ്ററോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് one substance dispersed as very fine particles in another substance called dispersed medium. അതായത് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് സിസ്റ്റം എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. എന്നാൽ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഹെറ്ററോജീനസ് സിസ്റ്റം ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ സൊല്യൂഷൻ ആണല്ലോ കണ്ടത്. ആ സൊല്യൂഷൻ എന്ന കേസിൽ നമുക്കറിയാം, ഒരു സോൾവെന്റിന്റെ കൂടെ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും എന്ന് നമുക്ക് അറിയാം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് അല്ലെങ്കിലും നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു സോൾവെന്റിൽ നമ്മൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? സൊല്യൂഷൻ ആയിട്ട് മാറും. സെയിം കേസ് ഇതേപോലെ തന്നെ നമുക്ക് കൊളോയിഡിന്റെ കേസിലും പറയാം. പകരം നമ്മൾ അവിടെ സോൾവെന്റ് എന്നും സൊല്യൂട്ട് എന്നും പറയത്തില്ല, അതിന് പ്രത്യേകം ടേംസ് പറയും. ഓക്കെ, സോൾവെന്റിന് നമ്മൾ അവിടെ ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്നും സൊല്യൂട്ടിന് നമ്മൾ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും പറയും. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്താണ് നമുക്ക് കൊളോയിഡ്സ് കിട്ടുന്നത്. നമ്മൾ എവിടെ പഠിച്ചതുപോലെ സോൾവെന്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സോൾവെന്റിനും സൊല്യൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് വേറെ വേറെ വാക്കുകളാണ്. സോൾവെന്റിന് ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്നും സൊല്യൂട്ടിന് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നുമാണ് കൊളോയിഡൽ കേസിൽ നമ്മൾ പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കൊളോയിഡൽ കേസില് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തില് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൊളോയിഡ്സ് കിട്ടുന്നത്. ഒരു ഡിസ്പേഴ്സ്ഡ് മീഡിയത്തില് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? കൊളോയിഡ്സ് കിട്ടുക. ഇനി നമുക്ക് ആ ഡെഫിനിഷൻ മുകളിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. എ കൊളോയിഡ് ഈസ് എ ഹെറ്ററോജീനസ് സിസ്റ്റം. ഒരു കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനസ് സിസ്റ്റം ആണ്. ഇൻ വിച്ച് one substance dispersed as very fine particles in another substance called dispersed medium. First phase dispersed mediumത്തിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൊളോയിഡ്സ് കിട്ടും. ഓക്കെ, ഒരിക്കലും നമ്മൾ കൊളോയിഡില് സൊല്യൂട്ട് എന്നോ സോൾവെന്റ് എന്നോ പറയത്തില്ല, പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പേരുകളിലായിരിക്കും അറിയപ്പെടുക. സൊല്യൂട്ടിന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതായത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സൊല്യൂട്ടിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും. എപ്പോഴും ഡിസ്പേഴ്സ്ഡ് ഫേസ് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. കൊളോയിഡിലെ മെജോറിറ്റി ഉള്ളത് ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിരിക്കും. അതിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഡിസ്പേഴ്സ്ഡ് ഫേസ് കാണുള്ളൂ. കൊളോയിഡ് സിസ്റ്റത്തിന്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ക്ലിയർ ആണല്ലോ? കൊളോയിഡ്സ് നമ്മുടെ കയ്യിൽ കുറെ കൊളോയിഡ്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ കൊളോയിഡ്സിനെ നമുക്ക് അങ്ങനെ 3 ടൈപ്പിലാണ് കൊളോയിഡ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുക. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണെങ്കിൽ, അങ്ങനെ ആ ഓരോന്നിന്റെ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം nature of interaction between dispersed phase and dispersed medium. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അനുസരിച്ച് നമുക്ക് അതിനെ കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്?
ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓരോ ടൈപ്പിലുണ്ട്. ഓരോ ടൈപ്പിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്പിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിനെ വെച്ചുകൊണ്ട് നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. അതായത് ഇപ്പൊ ഇവിടെ നോക്കിയേ, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേഴ്സ്ഡ് മീഡിയം സോളിഡും ആണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് സോളിഡ് ലിക്വിഡ് അതുപോലെയുള്ള ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ചാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റുകളെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നടത്താം. അതിൽ ആദ്യത്തെ കോളം നിങ്ങൾ നോക്കാം, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ കോളം ഡിസ്പേഴ്സ്ഡ് മീഡിയം. മൂന്നാമത് എന്ത് കൊളോയിഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈ ഇപ്പോ സോളിഡ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അത് എന്ത് കൊളോയിഡ് ആണ് എന്നതിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാലാമത്തേത് അതിന്റെ എക്സാമ്പിൾസും ആണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഒന്നാമത് നോക്കാം, സോളിഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ നമ്മൾ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് സോളിഡ് സോൾ എന്ന് പറയാ. അതിന്റെ ഒരു എക്സാമ്പിൾ സം കളേർഡ് ഗ്ലാസസ് ആണ്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് നേരത്തെ പോലെ സോളിഡ് തന്നെയാണ്, പക്ഷെ ഡിസ്പേഴ്സ്ഡ് മീഡിയം ഇവിടെ ലിക്വിഡ് ആണ്. അങ്ങനെ സോളിഡും ലിക്വിഡും ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് സോൾ എന്നാണ്. നേരത്തെ സോളിഡ് സോൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കിട്ടിയത് സോൾ ആണ്. അപ്പൊ അതിനൊരു ഉദാഹരണം ശ്രദ്ധിക്കുക, പെയിന്റ്. ചില പെയിന്റുകൾ എന്തിന് ഉദാഹരണമാണ്? സോളിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ കാര്യം നോക്കിയാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, എന്നാൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം അവിടെ ഗ്യാസ് ആണ് വരുന്നത്. ഗ്യാസ് ആണ് കൂടുതലുള്ളത്, ഗ്യാസ് കൂടുതലായിട്ടുണ്ട്, എന്നാൽ അതിൽ ചെറിയ സോളിഡ് അംശമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന കൊളോയിഡിന്റെ പേര് എയറോസോൾ ആണ്. അതിന് എക്സാമ്പിൾ സ്മോക്ക് അല്ലെങ്കിൽ ഡസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്മോക്ക് അല്ലെങ്കിൽ ഡസ്റ്റ് ആയിരിക്കും എന്തിന് ഉദാഹരണം? ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസും ആയിട്ടുണ്ടെങ്കിൽ ആ കൊളോയിഡിനെ വിളിക്കുന്ന പേര് എയറോസോൾ ആണ്. അതിന് എക്സാമ്പിൾ സ്മോക്ക് അല്ലെങ്കിൽ ഡസ്റ്റ് ആണ്. ഇനി അടുത്ത നോക്കാം, ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടും സോളിഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിട്ട് വന്നാൽ നമ്മൾ ആ കൊളോയിഡിനെ വിളിക്കുന്ന പേര് ജെല്ലാണ്. ക്ലിയർ ആണല്ലോ? അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ ചീസ്, ബട്ടർ, ജെല്ലീസ് തുടങ്ങിയവയ്ക്ക് അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ചേർന്നുള്ള കൊളോയിഡ് ആണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡും ആയിട്ടുണ്ടെങ്കിൽ ആ കൊളോയിഡുകളെ വിളിക്കുന്ന പേര് എമൾഷൻ ആണ്. അതിന് ഉദാഹരണം മിൽക്ക്, ഹെയർ ക്രീം തുടങ്ങിയവയൊക്കെയാണ്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസും ആണെങ്കിൽ ആ കൊളോയിഡുകളെ നമ്മൾ എയറോസോൾ എന്ന് വിളിക്കും. അതിന് ഉദാഹരണം ഫോഗ്, മിസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ്. ഓർക്ക, എപ്പോഴും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് വരെയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന കൊളോയിഡിന്റെ പേര് എയറോസോൾ എന്നായിരിക്കും. പക്ഷേ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇവിടെ ഓരോന്നിലും ചേഞ്ച് ചെയ്യുന്നു എന്ന കാര്യം കൂടെ ഓർക്കുക. ഇവിടെ സോളിഡ് ആയിരുന്നു, എന്നാലും എയറോസോൾ തന്നെയാണ്, കാരണം ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് ആണ്. എപ്പോഴും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് വന്നാൽ അതിന്റെ കൊളോയിഡിന്റെ പേര് എയറോസോൾ എന്നായിരിക്കും. ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണ്, ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസും ആണെങ്കിൽ അവിടെ എയറോസോൾ തന്നെയാണ്. അതിന് ഉദാഹരണം ഫോഗും മിസ്റ്റും ആണ്. ഓക്കെ, ഇനി അടുത്ത കൊളോയിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേഴ്സ്ഡ് മീഡിയം അത് സോളിഡും ആണെങ്കിൽ ആ കൊളോയിഡിനെ സോളിഡ് സോൾ എന്നാണ് വിളിക്കുക. അതിന് ഉദാഹരണം ഫോം, റബ്ബർ ആണ്. ഇനി അടുത്ത് വരുന്നത് ഗ്യാസും ലിക്വിഡും, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡുമായിട്ട് വന്നാൽ ആ കൊളോയിഡുകളെ വിളിക്കുന്ന പേരാണ് ഫോം. അതിന്റെ എക്സാമ്പിൾ ഫ്രോത്ത്, വിപ്ഡ് ക്രീം തുടങ്ങിയ. വിപ്ഡ് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന ക്രീം. ഓക്കെ, ഫ്രോത്ത്, വിപ്ഡ് ക്രീം തുടങ്ങിയവയൊക്കെയാണ് ഫോം എന്ന് പറയുന്ന കൊളോയിഡിന് ഉദാഹരണങ്ങളായിട്ട് വരും. ഫോം എങ്ങനെയാണ് വരുന്നത്? ലിക്വിഡ് എന്ന് പറയുന്ന ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലെ ഗ്യാസ് എന്ന് പറയുന്ന ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫോം എന്ന് പറയുന്ന കൊളോയിഡ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ അവിടെ എയറോസോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്പേഴ്സ്ഡ് മീഡിയം വരുന്നതിനനുസരിച്ച് നമ്മൾ അതിന് ഓരോ പേരുകൾ പറയും. ക്ലിയർ? അപ്പൊ അതെന്താണ്? നമ്മൾ 3 പേരുകൾ നമ്മളിവിടെ പുതുതായിട്ട് പരിചയപ്പെടാൻ പോവാണ്. ആ 3 പേരുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത് ഹൈഡ്രോസോൾ ആണ്. അതായത് ഡിസ്പേഴ്സ്ഡ് മീഡിയം വാട്ടർ ആയിട്ട് വന്നാൽ നമുക്ക് അവനെ പറയാം ഹൈഡ്രോസോൾ എന്ന് പറയാം. നമുക്ക് അല്ലെങ്കിലും ആ പേരെന്ന് മനസ്സിലാവും. ഹൈഡ്രോ മീൻസ് എന്താണ്? ഹൈഡ്രോ മീൻസ് വാട്ടർ എന്നാണ്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ അക്വാസോൾ എന്നും ഇതിനെ പറയുന്നുണ്ട്. അക്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ആണ്. അക്വാസോൾ എന്നും ഹൈഡ്രോസോൾ എന്നും ഡിസ്പേഴ്സ്ഡ് മീഡിയം വാട്ടർ ആയിട്ടുള്ള കൊളോയിഡുകളെ നമുക്ക് വിളിക്കാം. രണ്ടാമത്തെ പേര് എയറോസോൾ ആണ്. നമ്മളിപ്പോ പഠിച്ചതാണ് എയറോസോൾ എന്താണെന്ന്. അതായത് ഡിസ്പേഴ്സ്ഡ് മീഡിയം എയർ അഥവാ ഗ്യാസ് ആയിട്ട് വന്നാൽ നമുക്ക് അതിനെ എയറോസോൾ എന്ന് പറയാം.
ഡിസ്പേഴ്സ്ഡ് മീഡിയം എയർ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് വന്നാൽ നമുക്ക് എന്തെന്ന് പറയാം? എയറോസോൾ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തത് ആൽക്കോസോൾ ആണ്. എന്താണ് ആൽക്കോസോൾ എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആൽക്കഹോൾ വന്നാൽ നമുക്ക് ആ കൊളോയിഡുകളെ പറയാം ആൽക്കോസോൾ എന്ന് പറയാം. ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ് കേട്ടോ. നമ്മളവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഡിസ്പേഴ്സ്ഡ് മീഡിയം അവിടെ വാട്ടർ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആ കൊളോയിഡ് എന്തായിരിക്കും? ഹൈഡ്രോസോൾ ആയിരിക്കും. ഇനി ഡിസ്പേഴ്സ്ഡ് മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം ആ കൊളോയിഡ്, കിട്ടിയ കൊളോയിഡിന്റെ പേര് ആൽക്കസോൾ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ 3 ടേംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ കിടക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ ഏത് രീതിയിലായിരുന്നു? ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടതെങ്കിൽ, ഇപ്പോൾ പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചുകൊണ്ടാണ്. അപ്പോ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചുകൊണ്ട് കൊളോയിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ലയോഫോബിക് സോൾട്സ് എന്നും രണ്ട് ലയോഫിലിക് സോൾട്സ് എന്നും. എന്താണ് ലയോഫോബിക് സോൾട്സ് എന്ന് പറഞ്ഞാൽ? ലയോ മീൻസ് സോൾവെന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഫോബിക്? ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റാബീസ് എന്നാണ് ആ ഡിസീസിന്റെ പേര്. അപ്പോൾ ഹൈഡ്രോഫോബിയ എന്ന പേര് വരാൻ കാരണം റാബീസ് വന്ന ഒരാൾക്ക് ജലത്തോട് അല്ലെങ്കിൽ വാട്ടറിനോട് എപ്പോഴും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു പേടി ആയിരിക്കും. അപ്പോൾ ഹൈഡ്രോ മീൻസ് വാട്ടർ, വാട്ടറിനോട് ഒരു പേടി അല്ലെങ്കിൽ വെറുപ്പ്, ആ വേർഡിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഫോബിയയുടെ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഹൈഡ്രോഫോബിയയിലേക്ക് പോയത്. ഇവിടെ നമുക്ക് ഫോബിയയുടെ അർത്ഥം എന്താണ്? ഫോബിയ മീൻസ് പേടി അല്ലെങ്കിൽ വെറുപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് ലയോ മീൻസ് സോൾവെന്റ്, ഫോബിയ മീൻസ് പേടി അല്ലെങ്കിൽ വെറുപ്പ്. കൂട്ടി വായിച്ചാൽ സോൾവെന്റിനോട് പേടി അല്ലെങ്കിൽ സോൾവെന്റിനെ വെറുക്കുന്ന കൊളോയിഡുകളെ പറയുന്ന പേരാണ് ലയോഫോബിക് സോൾട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലയോഫിലിക് സോൾട്സ്? ലയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവെന്റ് ആണ് എന്ന് നമുക്കറിയാം. ഫിലിക് എന്ന് പറഞ്ഞാൽ ഫോബിക്കിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം. അതായത് സോൾവെന്റിനെ ലവ് ചെയ്യുന്ന, സോൾവെന്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോൾവെന്റിനോട് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കൊളോയിഡുകളെ പറയുന്ന പേരാണ് ലയോഫിലിക് സോൾട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലയോഫോബിക് സോൾട്സ്, എന്താണ് ലയോഫിലിക് സോൾട്സ് എന്ന ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോൾവെന്റിനെ ഹേറ്റ് ചെയ്യുന്ന കൊളോയിഡുകളെ പറയുന്ന പേരാണ് ലയോഫോബിക് സോൾട്സ്. സോൾവെന്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോൾവെന്റിനെ ലവ് ചെയ്യുന്ന കൊളോയിഡുകളെ പറയുന്ന പേരാണ് ലയോഫിലിക് സോൾട്സ്. ഇനി നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷനിലെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ലയോഫോബിക് സോൾട്സ് ആർ ഇറിവേഴ്സിബിൾ. ലയോഫോബിക് സോൾട്സ് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം നമ്മൾ ആഡ് ചെയ്ത് കൊളോയിഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ലയോഫോബിക് സോൾട്സ് ആണെങ്കിൽ ആ ലയോഫോബിക് സോൾട്സിനെ നമുക്ക് പിന്നെ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം ആക്കി മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ലയോഫിലിക് സോൾട്സിന്റെ കാര്യത്തിൽ അതല്ല, അത് റിവേഴ്സിബിൾ ആണ്. അതായത് നമ്മളൊരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം തമ്മിൽ റിയാക്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു കൊളോയിഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൊളോയിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് എന്തായിട്ട് എടുക്കാം? തിരിച്ച് നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതാണ് ലയോഫിലിക് സോൾട്സിന്റെ പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദേ ആർ പ്രിപ്പയർഡ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് വിച്ച് ആർ നോട്ട് സോ ഈസി. വളരെ ഈസി അല്ലാത്ത ചില ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ വഴിയാണ് ലയോഫോബിക് സോൾട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ലയോഫിലിക് സോൾട്സിന്റെ പ്രത്യേകത ദേ ആർ പ്രിപ്പയർഡ് ഫ്രം സിമ്പിൾ സൊല്യൂഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ചില സിമ്പിൾ മെത്തേഡ്സ് വെച്ചാണ് ലയോഫിലിക് സോൾട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പോൾ ലയോഫോബിക് സോൾട്സിന്റെ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. They are less stable and get coagulated by adding electrolyte. നമ്മുടെ ലയോഫോബിക് സോൾട്സ് നമ്മൾ ഓർക്കണം, ലയോഫോബിക് സോൾട്സ് എപ്പോഴും ലെസ് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി ലയോഫോബിക് സോൾട്സിന് കുറവായിരിക്കും. ലയോഫോബിക് സോൾട്സിൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും, കാരണം അത് ലെസ് സ്റ്റേബിൾ ആയത് കാരണമാണ്. ഓക്കെ, നമ്മളൊരു ലയോഫോബിക് സോളില് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ലയോഫോബിക് സോൾ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും, കാരണം ആ ലയോഫോബിക് സോള് ലെസ് സ്റ്റേബിൾ ആണ്. ക്ലിയർ? എന്നാൽ ലയോഫിലിക് സോളിന്റെ കാര്യത്തിൽ they are quite stable and are not easily coagulated by the addition of electrolytes. ഇവൻ എന്താണ്? സ്റ്റേബിൾ, ഹൈലി സ്റ്റേബിൾ ആണ്. ലയോഫിലിക് സോൾട്സ് ഹൈലി സ്റ്റേബിൾ ആണ്,
അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യത്തില്ല, ഈസിലി കൊയാഗുലേറ്റ് ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും കൊയാഗുലേറ്റ് ചെയ്യത്തില്ല. അടുത്ത പോയിന്റ് ലയോഫോബിക് സോൾട്സിൽ നോക്കിയാൽ ദേ ആർ അൺസ്റ്റേബിൾ. നമുക്കറിയാം ഇവൻ ലെസ് സ്റ്റേബിൾ ആണെന്ന് ഇപ്പൊ പറഞ്ഞു. ദേ ആർ അൺസ്റ്റേബിൾ ആൻഡ് ഹെൻസ് റിക്വയർ സ്റ്റെബിലൈസേഴ്സ്. ഇവൻ എന്താണ്, സ്റ്റെബിലിറ്റി അവന് കുറവാണ്, അല്ലെങ്കിൽ ദേ ആർ ലെസ് സ്റ്റേബിൾ ആണ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. അപ്പൊ ഇവന് സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഇവൻ എന്തിന്റെ ആവശ്യമുണ്ട്, സ്റ്റെബിലൈസേഴ്സിന്റെ ആവശ്യമുണ്ട്. ആർക്ക്, ലയോഫോബിക് സോൾട്സ് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അവൻ എന്തിന്റെ ആവശ്യമുണ്ട്, സ്റ്റെബിലൈസേഴ്സിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ലയോഫിലിക് സോൾട്സ് നമ്മൾ നേരത്തെയും പറഞ്ഞാണ് അവൻ ഹൈലി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അവൻ എന്താണ്, സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്. ലയോഫിലിക് സോൾട്സിന്റെ കേസിൽ അവൻ എന്താണ്, സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്, സ്വന്തമായിട്ട് അവൻ എന്താണ്, സ്റ്റെബിലൈസ്ഡ് ആണ്. ആര്, ലയോഫിലിക് സോൾട്സ്. അപ്പോ അടുത്ത പോയിന്റ് നോക്കുക, ലയോഫോബിക് സോൾട്സിന്റെ they are obtained from inorganic materials such as metal sulfides, metal hydroxides, etc. നമുക്ക് ലയോഫോബിക് സോൾട്സ് കിട്ടുന്നത് മെറ്റലുകൾ, മെറ്റൽ സൾഫൈഡുകൾ, മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ പോലുള്ള ഇനോർഗാനിക് മെറ്റീരിയലുകളിൽ നിന്നും ആണ്. എന്താണ്, ലയോഫോബിക് സോൾട്സ് നമുക്ക് കിട്ടുന്നത് മെറ്റൽസ്, മെറ്റൽ സൾഫൈഡ്സ്, മെറ്റൽ ഹൈഡ്രോക്സൈഡ് പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് ലയോഫോബിക് സോൾട്സ് കിട്ടുന്നത്. ഓക്കെ. എന്നാൽ ലയോഫിലിക് സോൾട്സിന്റെ കേസ് നോക്കുക, they are obtained from organic materials such as starch, gum, gelatin. സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ പോലുള്ള ഓർഗാനിക് മെറ്റീരിയലുകളിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുക, ലയോഫിലിക് സോൾട്സ് കിട്ടുക. സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ ഇവയൊക്കെ എന്താണ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. ഈ ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ലയോഫിലിക് സോൾട്സ് കിട്ടുക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ക്ലാസിഫൈ ചെയ്തത്. ഇപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടതാണ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പാർട്ടിക്കിൾസിന്റെ, ഓരോ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസ് നമ്മൾ എടുത്താൽ ആ ഓരോ പാർട്ടിക്കിൾസും ഓരോ ടൈപ്പിലായിരിക്കും. അങ്ങനെ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിന്റെ ടൈപ്പിനനുസരിച്ച് നമുക്ക് കൊളോയിഡ്സിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. എന്താണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. The individual particles are aggregate to form small molecules with a size less than 1 nanometer. അതായത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1 നാനോമീറ്ററിനേക്കാളും ചെറിയ സൈസ് ഉള്ള പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് 1 നാനോമീറ്ററിനേക്കാളും ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് കൊളോയിഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ കൊളോയിഡുകളെ നമ്മൾ വിളിക്കുന്ന പേര് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്നാണ്. ക്ലിയർ? അതായത് the individual particles are aggregated to form small molecules with a size less than 1 nanometer. 1 നാനോമീറ്റർ താഴെയുള്ള സ്മോൾ മോളിക്യൂൾസ് കൂടിച്ചേർന്ന്, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് എന്താ ഉണ്ടാവുന്നു, കൊളോയിഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൊളോയിഡ്സിനെ വിളിക്കുന്ന പേര് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്നാണ്. അതിന്റെ എക്സാമ്പിൾ ഗോൾഡ് സോൾ, സൾഫർ സോൾ തുടങ്ങിയവയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. മാക്രോ മീൻസ് ബിഗർ. മാക്രോ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിഗർ ഇൻ സൈസ് എന്നാണ് പേര്. അപ്പൊ എന്താണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സിന്റെ ഡെഫിനിഷൻ നോക്കാം. ദ പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആർ സഫിഷ്യന്റ്ലി ബിഗ് ഇൻ സൈസ് ടു ബി ഓഫ് കൊളോയിഡൽ റേഞ്ച്. അപ്പൊ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിലെ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്താൽ, ഡിസ്പേഴ്സ്ഡ് ഫേസിലെ ഒരു പാർട്ടിക്കിളിന് കൊളോയിഡിന്റെ അതേ സൈസ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള കുറെ മോളിക്യൂൾസ് അല്ലെങ്കിൽ കുറെ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടാകുന്ന കൊളോയിഡിനെ പറയുന്ന പേരാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിലെ ഒരു പാർട്ടിക്കിൾ എടുത്താൽ അത് കൊളോയിഡൽ റേഞ്ചിന്റെ അകത്താണ് അതിന്റെ സൈസ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടാകുന്ന കൊളോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ നോക്കുക. അതിന് നാച്ചുറൽ ആയിട്ടുള്ള, നമ്മളെ നാച്ചുറലുള്ള മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്, പ്രോട്ടീൻ തുടങ്ങിയവയ്ക്ക് അതിന്റെയൊക്കെ സോൾട്സ് ആണ്. സ്റ്റാർച്ച് സോൾ, അതുപോലെ പ്രോട്ടീൻ സോൾ തുടങ്ങിയവയൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. എന്നാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നൈലോൺ, പോളിസ്റ്ററിൻ, സിന്തറ്റിക് റബ്ബർ തുടങ്ങിയവയ്ക്ക്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം, മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. അതായത് ഒരു പാർട്ടിക്കിൾ, ഡിസ്പേഴ്സ്ഡ് ഫേസിലെ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്താൽ ആ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് കൊളോയിഡൽ റേഞ്ചിന്റെ അതേ സൈസ്, കൊളോയിഡൽ റേഞ്ചിൽ വരുന്നത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററും ഇടയ്ക്ക് വരുന്ന ഒരു സൈസ് ആയിരിക്കും ആ പാർട്ടിക്കിളിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടാകുന്ന കൊളോയിഡ്സിനെയാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. എന്താണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്? അതായത് ചെറിയ 1 നാനോമീറ്ററിനേക്കാളും താഴെയുള്ള, അതായത് കൊളോയിഡൽ റേഞ്ചിനേക്കാളും താഴെയുള്ള പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടാകുന്ന കൊളോയിഡുകളെ പറയുന്ന പേരാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
എക്സാമ്പിൾസും നോക്കി വെക്കാം. അടുത്ത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസിലെ ഇനി മൂന്നാമത് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആണ്. അപ്പൊ എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്നുള്ളതിന് ഡെഫിനിഷൻ നോക്കാം. The substances behaves as normal electrolytes at low concentration, but in higher concentration it behaves as colloid solutions because of the formation of aggregates. അതായത് ലോ കോൺസെൻട്രേഷനിലെ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഹയർ കോൺസെൻട്രേഷനിലെ ഇവ എന്തായിട്ട് മാറുന്നു? കൊളോയിഡ് ബിഹേവിയർ കാണിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. ചില അഗ്രിഗേറ്റ്സ് ഹയർ കോൺസെൻട്രേഷനിൽ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കൊളോയിഡൽ ബിഹേവിയർ കാണിക്കുന്നത്. ഈ അഗ്രിഗേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മീസൽസ്. മീസൽസ് എന്താണെന്ന് ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിൽ നമ്മൾ മീസൽസ് എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണെന്ത്? സോപ്പ്, ഡിറ്റർജൻസ് തുടങ്ങിയവയ്ക്ക് അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. നമുക്കിനി രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്നും എന്താണ് ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ അഥവാ CMC എന്നും നമുക്കിനി പഠിക്കാനുണ്ട്. എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. The formation of micelles takes place only above a particular temperature called craft temperature. അഥവാ അതിനെ TK എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ മീസൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, മീസൽ ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ TK ആണ്. The formation of micelles takes place only above a particular temperature called craft temperature. ഒരു particular temperature എത്തുമ്പോഴാണ് മീസൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ട ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ. അതും ഇതുപോലെ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ എത്തുമ്പോൾ മീസൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ മീസൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷനിൽ എത്തുമ്പോഴാണ് മീസൽസിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോൺസെൻട്രേഷൻ ആണ് ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന CMC എന്നാണ്. CMC ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു രീതിയിലും പറയാം. ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മീസൽസ് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ലോ ആയിട്ടുള്ള കോൺസെൻട്രേഷനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ. ആ രീതിയിൽ നമുക്ക് പഠിക്കാം. സോപ്പുകളിലെ CMC അഥവാ ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻⁴നും 10⁻³ ഇടയ്ക്കായിരിക്കും. 10⁻⁴ മോൾസ് പെർ ലിറ്ററിനും 10⁻³ മോൾസ് പെർ ലിറ്ററിനും ഇടയിലായിരിക്കും സോപ്പിന്റെ ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറയും. അപ്പോൾ ഈ കോൺസെൻട്രേഷന് താഴെയായി പോയാൽ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ കോൺസെൻട്രേഷന് മുകളിലായാൽ അത് കൊളോയിഡൽ ബിഹേവിയർ കാണിക്കും എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. മീസൽ ഫോം ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചറിനെയാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാ. അതുപോലെ മീസൽ ഫോം ചെയ്യാൻ എടുക്കുന്ന കോൺസെൻട്രേഷൻ നമ്മൾ എന്തെന്ന് പറയും? ക്രിട്ടിക്കൽ മീസൽ കോൺസെൻട്രേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.